ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടക്കറിയാണ്. വളരെ സിമ്പിളാണ്. നമുക്കിത് ചപ്പാത്തിയുടെ ഒപ്പം, ഇടിയപ്പത്തിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ലാഗ് എടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടത് നമ്മുടെ ഏലക്ക, പട്ട, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാള അരിഞ്ഞത്, പിന്നെ നമ്മുടെ മുട്ട, പിന്നെ തക്കാളി അരിഞ്ഞത്, പിന്നെ നമ്മുടെ എല്ലാ മസാലകളും ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മുട്ട വറുത്തെടുക്കാം. അപ്പം ഞാനൊരു 2 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട ആദ്യം നമുക്ക് ഞാൻ പറയാൻ മറന്നു, ഈ പെപ്പർ എടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും പെപ്പറും നമ്മളിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിൽ മുട്ട വറുത്തെടുക്കാം. നമ്മൾ ബുൾസൈ ചെയ്യുന്ന പോലെയാണ്. ജസ്റ്റ് ഒരു ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ട ഒരു സൈഡ് ജസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. നമ്മൾ ബുൾസൈയിൽ മറിച്ചിടില്ല, പക്ഷേ ഇതിൽ നമ്മൾ മറിച്ചിടണം കേട്ടോ. അപ്പം നമ്മുടെ 2 മുട്ടയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഒരു പാൻ വെച്ച് ചൂടാക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം കടുക് ഇടാം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അല്പം ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി, സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈസിയായിട്ട് വഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സോ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒന്ന് വെന്ത്. നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, മസാലപ്പൊടി പൊടികളൊക്കെ ചേർക്കാം. ഞാൻ മുളക് പൊടി ടീസ്പൂൺ, എൻ്റെ ഈ ഒരു സ്പൂൺ കണക്കാണ് കേട്ടോ. മല്ലിപ്പൊടി, ദെൻ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചെറിയ ഗരം മസാലപ്പൊടിയാണ്, അതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വയ്ക്കുമ്പോൾ സിമ്മാക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി, എൻ്റെ ഇസമ്മയുണ്ട് കുക്ക് ചെയ്യാനായിട്ട്, അതാണ് ഇസമ്മയുടെ വോയിസ് ഓവർ കേൾക്കണത്. ഇതൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇത് ഏകദേശം നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാവേ. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ അല്പം തേങ്ങാപ്പാൽ, ഇത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞല്ല കേട്ടോ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് പൊടിയാണ് കേട്ടോ. ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മളിത് അലിയിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിക്കുന്നു. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നാടൻ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുന്നത് ഒരു 1/4 പാൽ എടുത്ത് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒരു പിഞ്ച് ഷുഗർ ഇടാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിന് തിള വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട വേവിച്ചത് ചേർക്കാം.
2 മിനിറ്റ് കൊണ്ട് തിളച്ചിട്ട് ഒന്നും കൂടി വയ്ക്കാവേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാം. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.